السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ് അവർകളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ വളരെ മുബാറക്കായ ഒരു മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സർവശക്തൻ നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ സ്വാലിഹായ കർമ്മമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. കൂടുതൽ ആമുഖങ്ങൾ പറയാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. മുമ്പ് വിഷയം അവതരിപ്പിച്ച ഉസ്താദുമാരൊക്കെ സൂചിപ്പിച്ച പോലെ മൗലിദുകളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. എന്താണ് മൗലിദ്? മൗലിദ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം ജനിച്ച സ്ഥലം അല്ലെങ്കിൽ സമയം എന്നൊക്കെയാണ്. സാങ്കേതികപരമായി നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടപ്പോൾ ആ സമയത്തുണ്ടായ, ആ സ്ഥലത്ത് സംഭവിച്ച, അവിടുത്തെ ഹബീബിന് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് അനുഭവപ്പെട്ട ഒരുപാട് അത്ഭുത സംഭവങ്ങൾ, ആ സംഭവങ്ങളെ കുറിച്ച് പറയുകയും പാടുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമാഇലുകളും അവിടുത്തെ സിഫത്തുകളും പറയുക, ഇതൊക്കെയാണ് സാങ്കേതികപരമായി മൗലിദ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ കൂടുതൽ പ്രമാണങ്ങൾ പറയേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. കാരണം നമുക്കറിയാം, മഹദിയായ ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി. നമ്മൾ സ്നേഹിക്കുന്നവരെ, നമ്മുടെ ഉസ്താദുമാരാവട്ടെ, നമ്മുടെ മാതാപിതാക്കളാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ, വസ്തുക്കൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും അതിന്റെ മദ്ഹുകൾ നമ്മൾ പറയുകയും ചെയ്യാറുണ്ട്. ഇതൊരു മാനുഷികമായ സംഭവമാണ്. ഇതേ ഒരു രീതി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും അവിടത്തെ കണ്ട് ദീൻ മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ ചരിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അമ്പിയാക്കളുടെയും അമ്പിയാക്കളല്ലാത്ത ആദരണീയായ വ്യക്തികളുടെയും ഔലിയാക്കളുടെയും ചരിത്രങ്ങളും മദ്ഹുകളും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ മദ്ഹ് പറയുന്നുണ്ട്. സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്ന സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ, ജനനത്തിന് മുമ്പ് മറിയം ബീവിക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ വളരെ വ്യക്തമായി ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നു. ഇതേ ഒരു രീതിയാണ് അഇമ്മത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദുകൾ രചിച്ചപ്പോഴും അവലംബിച്ചത്. ഇനി ഹദീസിലേക്ക് നമ്മൾ വന്നാൽ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സുകളിൽ മുൻകാല പ്രവാചകന്മാരെ കുറിച്ചുള്ള മദ്ഹുകൾ പറയാറുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഖുർആനിൽ തന്നെ അമ്പിയാക്കളല്ലാത്ത മറിയം ബീവിയെ കുറിച്ച്, ആസിയ ബീവിയെ കുറിച്ച്, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ഇവരെ കുറിച്ചൊക്കെ മദ്ഹുകൾ ഖുർആൻ പറയുന്നു. സ്വഹാബത്തിനിടയിൽ തന്നെ മുൻകഴിഞ്ഞ വിഷയങ്ങളിൽ സൂചിപ്പിച്ചത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഏറ്റവും ബഹുമാനിക്കേണ്ടത്, ഏറ്റവും ആദരിക്കേണ്ടത്, ഏറ്റവും സ്നേഹിക്കേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ആയതിനാൽ ആ ഹബീബിനെ കുറിച്ച് ഗദ്യമായിട്ടും പദ്യമായിട്ടും, ഗദ്യപദ്യ സമ്മിശ്രമായിട്ടും സ്വഹാബത്ത് മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ മൗലിദ് രചനകളുടെ കിതാബുകളെ കുറിച്ച് നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ രണ്ട് തരത്തിൽ അയിമ്മത്തുകൾ അതിനെ സമീപിച്ചതായിട്ട് കാണാൻ സാധിക്കും. ചില ഇമാമിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും അതുമായി ബന്ധപ്പെട്ട ഇർഹാസാത്തുകൾ, അത്ഭുത സംഭവങ്ങളും മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മറ്റു ചില പണ്ഡിതന്മാർ
ഹബീബിന്റെ ജനനവും അതിന്റെ അത്ഭുതങ്ങളും മുൻ വിഷയങ്ങളിൽ സൂചിപ്പിച്ച പോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ അമാനുഷികമായ സംഭവങ്ങളും അതോടുകൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകളും ശമായിലും പറയുന്ന രണ്ട് തരത്തിലുള്ള ശൈലികൾ നമുക്ക് മൗലിദ് കിതാബുകളിൽ കാണാൻ പറ്റും. ഇനി ഈ കിതാബുകൾ രചിച്ച അഇമ്മത്തിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അഇമ്മത്ത് 3 രീതിയിലാണ് മൗലിദുകളുടെ രചന നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നാമത്തെ രീതി മുഹദ്ദിസീങ്ങൾ രചിക്കുന്ന പോലെ ഒരുപാട് റിവായത്തുകളും അഖ്ബാറുകളും കൊണ്ടുവരിക, സനദ് സഹിതം നബിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ അഖ്ബാറുകൾ പറയുന്നു. ഈ ഒരു രീതിയിൽ രചന നടത്തിയ ഇമാമാണ് അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ആയിദ് അൽ ഖുറശി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഹിജ്റ 233 വഫാത്തായ പണ്ഡിതൻ. അതുപോലെ മറ്റൊരു രീതിയാണ് ഹദീസുകളോട് കൂടെ സനദോട് കൂടെ എന്നാൽ അതിന് നഖ്ദോട് കൂടെ പറയുക. ബലാഗയിൽ നമ്മൾ പഠിച്ച പോലെ അതിൽ ഇസ്തിത്റാദ് കൂടെ ഉണ്ടാകും. അങ്ങനെ രചിക്കപ്പെട്ട കിതാബിൽ പ്രധാനമാണ് മുൻപ് സൂചിപ്പിച്ച പോലെ ഇബ്നു ദിഹിയത്തുൽ കൽബിയുടെ മൗലിദ്. അതുപോലെ മറ്റൊരു രീതിയാണ് ഹദീസിനെ നേരെ റാവിയെയും നേരെ ഹദീസും റിപ്പോർട്ട് ചെയ്ത റാവിയെയും പറയുക. ഉദാഹരണം, ഇമാം മുസ്ലിം പറയുന്നു ഇന്ന ആൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അതിനൊരു ഉദാഹരണമാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ച മൗലിദ്. വിശദമായിട്ട് നമുക്ക് വഴിയെ പറയാം. അതുപോലെ നമ്മൾ സാധാരണ കാണാറുള്ള ഉസ്ലൂബിൻ അദബിയായ രീതിയിൽ അതിൽ പദ്യവും ഉണ്ടാവും ഗദ്യവും ഉണ്ടാവും, രണ്ടും സമ്മിശ്രമായി രചിക്കുന്ന ഒരു രീതിയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മൗലിദ് ഈ ഒരു രീതിയാണ് മുത്തഅഖിരീങ്ങളുടെ രചനയിൽ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക. നമ്മൾ ഇന്ന് ഓതുന്ന അധിക മൗലിദുകളും മങ്കൂസ് മൗലിദാണെങ്കിലും സുബ്ഹാന മൗലിദാണെങ്കിലും എല്ലാ മൗലിദുകളിലും മുത്തഅഖിരീങ്ങളായ പണ്ഡിതന്മാരുടെ മുഴുവൻ രചനകളിലും ഈ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില പണ്ഡിതന്മാർ കവിതകളിൽ മാത്രം, തസീദകൾ മാത്രമായിട്ട് ഹബീബിന്റെ മൗലിദുകൾ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് നളുമുൽ മുനല്ലം ഫി മൗലിദിൻ നബിയിൽ മുഅല്ലം, ഇമാം അബൂ ഇസ്ഹാഖ് ഇബ്രാഹിം അബീബക്കർ വഖ്ശി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബ്. എന്നാൽ നമ്മുടെ വഹാബി സുഹൃത്തുക്കൾ ആരോപിക്കാറുണ്ട് ഇത് കേരളത്തിലെ ചില മുസ്ലിയാക്കന്മാർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് മൗലിദുകൾ മുഴുവനും, ഇതൊക്കെ വാറോലകളാണ്, കെട്ടുകഥകളാണ് എന്ന്. സത്യത്തിൽ മൗലിദിന്റെ പ്രാമാണികത നമ്മൾ പരിശോധിക്കുമ്പോൾ ചില നുസ്ഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൗലിദ് രചിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങള് ഒരുപാട് സ്ഥലങ്ങളിൽ ഹബീബിനെ മദ്ഹ് പറയുകയും ഒരുപാട് ആ മദ്ഹുകൾ അദ്ദേഹം പിന്നീട് ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ രചിച്ച മൗലിദിന്റെ കോപ്പി അൽ മക്തബത്തുൽ അസ്ഹരിയിൽ ലഭ്യമാണ്. അവിടുത്തെ അൽ മക്തബത്തുൽ അസ്ഹരിയിൽ ഉള്ളതായിട്ട് ഖിസാനത്തു തുറാസിന്റെ എല്ലാ തുറാസിയായ മഖ്തൂത്തായ എല്ലാ കിതാബുകളുടെയും രചനകൾ പറയുന്ന ഖിസാനത്തു തുറാസ് 1-ാം ഭാഗം 194-ാം പേജിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹിജ്റ 233 വഫാത്തായ അൽ ഇമാം അൽ ഹാഫിദ് അബൂ അബ്ദുല്ല മുഹമ്മദ് ബിൻ ആയിദ് അൽ ഖുറശി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മൗലിദ് രചന നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഹിജ്റ 287 വഫാത്തായ അൽ ഇമാം അൽ ഹാഫിദ് അബൂബക്കർ അഹ്മദ് ബിൻ അബി ആസിബ് ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹിജ്റ 280 എന്നൊക്കെ പറയുമ്പോൾ ഖൈറുൽ ഖുറൂനിൽപ്പെട്ട കാലഘട്ടമാണ്. അപ്പൊ സ്വഹാബത്ത് രചിച്ചിട്ടുണ്ട്, സ്വഹാബത്തിന് ശേഷം താബീങ്ങൾ രചന നടത്തിയിട്ടുണ്ട്, തബഅ താബീങ്ങൾ രചിച്ചിട്ടുണ്ട്, അഇമ്മത്തുൽ മദാഹിബ് രചന നടത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്ന പ്രാമാണികമായ മുഴുവൻ പണ്ഡിതന്മാരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പദ്യമായിട്ടും ഗദ്യമായിട്ടും പദ്യഗദ്യവുമായിട്ടും രചനകൾ നടത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഹിജ്റ 207 വഫാത്തായ അൽ ഇമാം മുഹമ്മദ് ബിൻ ഉമർ അൽ വാഖിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ ഒരുപാട് കിതാബുകളിൽ, അദ്ദേഹത്തിന്റെ താരീഖിന്റെ കിതാബുകളിൽ, അദ്ദേഹത്തിന്റെ മഗാസിയുടെ കിതാബുകളിലും തൊബക്കാത്തിന്റെ കിതാബുകളിലൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാനവറുകൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ശിഷ്യൻ അത്തൊബക്കാത്തുൽ കുബറയുടെ മുസന്നിഫ് അൽ ഹാഫിൽ മുഹമ്മദ് ബിൻ സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹിജ്റ 233 വഫാത്തായ പണ്ഡിതൻ. അദ്ദേഹം തന്റെ ഉസ്താദായ ഉമർ അൽ വാഖിദി ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട് മൗലിദിന്റെ വിഷയത്തിൽ.
രചനകൾ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ തബഖാത്തുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇമാം വാഖിദി രചിച്ച മൗലിദിന്റെ കോപ്പി അൽ മക്തബത്തുൽ ലാഹിരിയ നമ്പർ 74 നമുക്ക് കാണാൻ സാധിക്കും, ഇതിന്റെ മഖ്തൂത്തുകൾ. അതുപോലെ തന്നെ ജാമിഅത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് 3833 നമ്പറിൽ അവിടുത്തെ മഖ്തൂത്ത് ശേഖരണത്തിലും ഈ ഹദീസിന്റെ കോപ്പി ലഭ്യമാണ്. എന്ന് മാത്രമല്ല, മഹാനായ ഇമാം അല്ലാമ അബ്ദുറഹ്മാൻ അസ്സആലബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹിജ്റ 875 വഫാത്തായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബ് അൽ അൻവാർ ഫി ആയാത്തിൻ നബിയിൽ മുഖ്താറിൽ ഈ വിഷയം പറയുന്നുണ്ട്. അതായത് ഉമറുൽ വാഖിദി തങ്ങൾക്ക് മൗലിദിൽ രചന നടത്തിയിട്ടുണ്ടെന്ന് ഇമാം സഅലബി ഉദ്ധരിക്കുന്നു. എന്ന് മാത്രമല്ല, റൗദുൽ ഉൻഫിന്റെ മുസന്നിഫ് അല്ലാമ സുഹൈലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ റൗദുൽ ഉൻഫിൽ 1:15 ഈ വിഷയം പറയുന്നു. എന്ന് മാത്രമല്ല, ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ താരീഖിൽ ഇന്തിഖാലുൻ നൂർ എന്നൊരു കിതാബ്, ഇന്തിഖാലുൻ നൂർ എന്ന പേരിൽ ഇമാം വാഖിദിക്ക് മൗലിദിന്റെ വിഷയത്തിൽ കിതാബ് ഉണ്ടായിരുന്നു എന്ന് ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ താരീഖ് 2395 പേജിൽ ഈ വിഷയം ഉദ്ധരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, അയിമ്മത്തുകൾ മുതൽ, സ്വഹാബത്ത് മുതൽ, താബിഈങ്ങൾ മുതൽ, തബഉ താബിഈങ്ങൾ അടക്കം എല്ലാ പണ്ഡിതന്മാർക്കും എല്ലാ പ്രാമാണികമായ ഉലമാഇനും മൗലിദിൽ തസ്നീഫ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം, നമ്മൾ ഓരോ ഹിജ്റ വർഷം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഹിജ്റ 200-കളിലും 300-കളിലുമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉമറുൽ വാഖിദി തങ്ങളുടെ മൗലിദുൻ നബി എന്ന ഗ്രന്ഥം, അതിന്റെ കോപ്പി, അതിന്റെ മഖ്തൂത്ത് നേരത്തെ പറഞ്ഞതിന് പുറമെ മലിക് ഫൈസൽ രാജാവിന്റെ പേരിൽ ഉണ്ടാക്കിയ ദിറാസാത്ത് വൽ ബുഹൂസ് അൽ ഇസ്ലാമിയ, അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ അതിൽ മഖ്തൂത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെ ഡെമസ്കസിലെ അൽ മക്തബത്തുൽ ലാഹിരിയയിലും അതിന് മറ്റൊരു പകർപ്പ് ലഭ്യമാണ്. അതുപോലെ തന്നെ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ആയിദ് അൽ ഖുറശി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മൗലിദ്, അദ്ദേഹത്തിന്റെ മൗലിദിൽ നിന്ന് പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ന് പറയപ്പെടുന്ന അലാഉദ്ദീൻ അൽ മുഗലാത്തി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇഷാറയിൽ 71 പേജിൽ ഇമാം വാഖിദിയുടെ ഈ മൗലിദ് ഇമാം ഖുറശി തങ്ങളുടെ ഈ മൗലിദ് ഉദ്ധരിക്കുന്നുണ്ട്. അതിനുശേഷം വന്ന ഹിജ്റ 250 വഫാത്തായ അഹ്മദ് ബിൻ അബ്ദുല്ലാ മുഹമ്മദ് അൽ ബഖരി റളിയല്ലാഹു അൻഹു അൽ അൻവാർ വ മിഫ്താഹു സുരൂരി വൽ അഫ്കാർ ഫി മൗലിദിൻ നബിയിൽ മുഖ്താർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് മുതൽ വഫാത്ത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ കിതാബിൽ അദ്ദേഹം ക്രോഡീകരിക്കുന്നു. ഇതിന്റെ കോപ്പി അൽ മക്തബത്തുൽ മർകസിയ അസ്സഊദിയ അവിടെ ഉള്ളതായിട്ട് ഖിസാനത്തുൽ തുറാസ് 196 പേജിൽ പറയുന്നു. ഇനി നമ്മൾ ഹിജ്റ 300 രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇമാം തുർത്തൂഷി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹിജ്റ 376 വഫാത്തായ പണ്ഡിതൻ അബൂ സക്കരിയ യഹ്യ ഇബ്നു മാലിക് ആയിദ് അൽ ആയിദി അത്തുർത്തൂഷി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ നിന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഇബ്നു ദഹിയത്തുൽ കൽബി ഉദ്ധരിക്കുന്നു. ഇബ്നു ദഹിയത്തുൽ കൽബി തങ്ങൾ അദ്ദേഹത്തിന്റെ തൻവീർ എന്ന മൗലിദ് കിതാബിന്റെ 112 പേജിൽ ഇമാം തുർത്തൂഷിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അതിനുശേഷം ഹിജ്റ 465 വഫാത്തായ സൈനുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തസൗഫിൽ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അൽ മൗലിദുൻ നബവി എന്ന കിതാബ്, ആ കിതാബിന്റെ കോപ്പി കൈറോയിലെ ദാറുൽ കുതുബിൽ ഇന്നും ലഭ്യമാണ്. ഇമാം ഖുശൈരി അടക്കം ഹിജ്റ 400-ലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഹിജ്റ 400-ലേക്ക് നമ്മൾ വരുമ്പോൾ ഹിജ്റ 500-കളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഹിജ്റ 551 വഫാത്തായ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മഅബദ് ബിൻ ഈസ അത്ത്-തജീബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദുറുൽ മുനവ്വം ഫി മൗലിദിൻ നബിയിൽ അഅലം എന്ന പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുതുബുൽ അക്താബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ മൗലിദുൻ നബി എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ കോപ്പി അൽ മക്തബത്തുൽ ലാഹിരിയയിൽ 9922 നമ്പറായിട്ട് ഇന്നും നമുക്ക് ലഭ്യമാണ്. പിന്നീട് ആ മൗലിദുൽ ജീലാനി എന്ന പേരിൽ അറിയപ്പെട്ടു വന്നു. അതുപോലെ തന്നെ ഇമാം റിഫായി ശൈഖ് എഴുതിയ മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഹിജ്റ 578 വഫാത്തായ അബുൽ ഹസൻ റിഫായി തങ്ങൾ മൗലിദ് രചന നടത്തിയിട്ടുണ്ട്. ഇതിന്റെ കോപ്പി മഅഹദു ദിറാസാത്ത് സഖാഫത്ത് ശർഖിയ ജാമിഅത്ത് ടോക്കിയോ, ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ സെന്ററിൽ ഇതിന്റെ മഖ്തൂത്ത് നമുക്ക് ലഭ്യമാണ്. ഇതേ കാലഘട്ടത്തിൽ വഫാത്തായി പോയ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി തങ്ങൾ സുബ്ഹാന മൗലിദ് എഴുതിയിട്ടുണ്ട്.
ഈ സുബ്ഹാന മൗലിദിൽ നിന്നാണ് പിന്നീട് വലിയ മഖ്ദൂം തങ്ങൾ അൽ മൗലിദുൽ മൻഖൂസ്, ഈ മൻഖൂസ് മൗലിദ് ചുരുക്കി രചിച്ചത്. അപ്പൊ ഈ മുൻപ് കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും മൗലിദ് രചനകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഇമാം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹിജ്റ 597 വഫാത്തായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ അൽ മുസമ്മ ബിൽ അറൂസ്, അറൂസ് എന്ന പേരിൽ പ്രസിദ്ധമായ കിതാബ്. ആ കിതാബ് ജർമ്മനിയിലെ ബെർലിനിലെ ലാൻഡൻബർഗ് എന്ന സ്ഥലത്തുള്ള ലൈബ്രറിയിൽ അതിന്റെ മഖ്തൂത്ത് ലഭ്യമാണ്. ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇതിന്റെയൊക്കെ മഖ്തൂത്തുകൾ, മാനുസ്ക്രിപ്റ്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. മാത്രമല്ല, മുമ്പ് പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഇമാം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് അൽ വഫാ ഫി ഫളാഇലിൽ മുസ്തഫ, അൽ വഫാ ഫി ഫളാഇലിൽ മുസ്തഫ, ഈ മൗലിദിൽ റസൂലിനോടുള്ള തവസ്സുലിനെയും ഇസ്തിഗാസയെയും കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കവിതകളും ഒരുപാട് വാചകങ്ങളും മഹാന്മാരും ഉപയോഗിക്കുന്നുണ്ട്. ഈ കിതാബിന് തന്നെ മുഹമ്മദ് നവവി അൽ ഹാബി റഹിമത്തുള്ളാഹി അലൈഹി തങ്ങൾ ബഗിയത്തുൽ മറാം ഫി മൗലിദ് സയ്യിദുൽ അനാം എന്ന പേജിൽ ഒരു വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. ഇനി ഹിജ്റ 500ലേക്കും 600ലേക്കും നമ്മൾ വരുമ്പോൾ ഹിജ്റ 633 വഫാത്തായ ഇബ്നു ദഹിയത്തുൽ കൽബി റഹിമത്തുള്ളാഹി അലൈഹി തങ്ങൾ മുമ്പ് ഗഫൂർ ഉസ്താദ് സൂചിപ്പിച്ച പോലെ തന്നെ മലിക്കുൽ മുളഫർ രചിക്കപ്പെട്ട ഗ്രന്ഥം അത്തൻവീർ ഫി മൗലിദ് സിറാജുൽ മുനീർ എന്നും കാണാം, ഫി മൗലിദുൽ ബഷീർ നദീർ എന്നും കാണാം എന്ന പേരിൽ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ ഗ്രന്ഥമുള്ളതായിട്ട് നഹ്വുദ്ദീബിലും അതുപോലെ തന്നെ മറ്റു പല കിതാബുകളും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഹിജ്റ 604 ഇബ്നു ദഹിയത്തുൽ കൽബി റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥം രചിക്കുന്നത്. അതിനുശേഷം ഇതേ ഗ്രന്ഥത്തിൽ നിന്ന് പിന്നീട് വന്ന ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിലും അൽ ബിദായത്ത് വന്നിഹായിലും ഉദ്ധരിക്കുന്നു. ഇബ്നു ദഹിയയുടെ മൗലിദിൽ നിന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിലും അതിനുശേഷം അൽ ബിദായത്ത് വന്നിഹായിലും വാക്യങ്ങൾ ഉദ്ധരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇബ്നു ദഹിയത്തുൽ കൽബി റഹിമഹുല്ലാഹ് എഴുതിയ ഈ മൗലിദിന്റെ കോപ്പി അൽ മക്തബത്തുൽ അഹ്മദിയ്യ ബി ഹലബ്, ഹലപ്പോയിലെ ലൈബ്രറിയിൽ നമുക്ക് ഇന്നും ലഭ്യമാണ്. അതിനുശേഷം ഹിജ്റ 620 വഫാത്തായ അലാഉദ്ദീൻ അൽ മാർദീനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥം പൂർത്തീകരിക്കാൻ മഹാന്മാർക്ക് തൗഫീഖ് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ അബുൽ ഖാസിം ഹിജ്റ 677 വഫാത്തായ അബുൽ ഖാസിം എന്നവരാണ് ഈ ഗ്രന്ഥം പിന്നീട് പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം അതിന് കുബറ സുഗറ എന്ന 2 ഗ്രന്ഥമായിട്ട് അതിനെന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഹിജ്റ 638 വഫാത്തായ മുഹ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ, സൂഫി ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതൻ മുഹ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ അദ്ദേഹത്തിന് അൽ മൗലിദുൽ ജിസ്മാനി വർ റൂഹാനി, അൽ മൗലിദുൽ ജിസ്മാനി വർ റൂഹാനി എന്ന പേരിൽ മറ്റൊരു ഗ്രന്ഥം എഴുതി. ഹദിയത്തുൽ ആരിഫീൻ 1-ാം ഭാഗം 512-ാം പേജിൽ ഇതിന്റെ വിശദീകരണം നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഹിജ്റ 661 വഫാത്തായ ഇബ്നുൽ ഖത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അബുൽ അലി അൽ ഹസൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അൽ മുർഷിദുൽ ആസാദിൽ മൗലിദ് എന്ന പേരിൽ തസ്നീഫ് നടത്തി. അതിനുശേഷം വന്ന ഇബ്നു തഗ്റബൂക്ക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദുറുൻ നളീം ഫീ മൗലിദിൻ നബിയിൽ കരീം എന്ന പേരിൽ മറ്റൊരു മൗലിദ് രചിച്ചു. അതുപോലെ തന്നെ നമുക്കിടയിൽ പ്രസിദ്ധനായ തഫ്സീറുൽ ഖുർത്തുബിയുടെ മുസന്നിഫ് ഇമാം അഹ്മദുൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അൽ ഇഅലാം ഫീ മാ യജിബു അൽ അനാം മിൻ മഅരിഫതി മൗലിദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ മൗലിദ് രചന നടത്തി. ഇതിന്റെ നുസ്ഖ ഇസ്തംബൂളിലെ ലൈബ്രറിയിൽ നമുക്ക് ഇന്നും ലഭ്യമാണ്. എന്ന് മാത്രമല്ല അതിനുശേഷം വന്ന ഇമാം ഖർനാത്തി അൽ അൻദുലിസി അൽ മാലിക്കി റഹിമഹുല്ലാഹ് ലില്ലുൽ ഗമാമ ഫീ മൗലിദ് സയ്യിദ് തിഹാമ എന്ന പേരിൽ മറ്റൊരു മൗലിദ് രചിച്ചു. ഒരുപാട് മൗലിദുകൾ നമുക്ക് ലഭ്യമാണ്. സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി ഹിജ്റ 700കളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇമാം അസ്സന്നാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അൽ മൗലിദുൻ നബവിയ്യ എന്ന പേരിൽ ഗ്രന്ഥം എഴുതി. അതുപോലെ തന്നെ ഹിജ്റ 707 വഫാത്തായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ അൽ ജസാഇരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അൽ മൗലിദുൽ അദബിൽ മുഅയ്യൻ ഫീ മൗലിദ് സയ്യിദുൽ ഖൽഖി അജ്മഈൻ എന്ന പേരിൽ തസ്നീഫ് നടത്തി. അതിനുശേഷം വന്ന ഹിജ്റ 727 വഫാത്തായ ഇമാം സമൽഖാനി റഹിമഹുല്ലാഹ് മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ മൗലിദിന് വേണ്ടി മാത്രം രചന നടത്തി.
അതിനുശേഷം വന്ന ഇതര 758 വഫാത്തായ ഇമാം കാസറൂനി മുഹമ്മദ് ബിൻ മസ്ഊദ് അൽ കാസറൂനി റഹിമഹുല്ലാഹ് അൽ മുൻതഖ മിൻ സീരി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബിൽ ലുഗത്തിൽ ഫാരിസിയ്യ പേർഷ്യൻ ഭാഷയിൽ എഴുതി. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിന്റെ കോപ്പി മസ്ജിദ് നബവിയിൽ ലഭ്യമാണെന്ന് ഹദിയത്തുൽ ആരിഫീൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ ഇബ്നു കസീറിന്റെ മുസന്നിഫ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ദിക്റു മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറലാഹി എന്ന പേരിൽ മൗലിദിന് വേണ്ടി മാത്രം രചന നടത്തി. ആ രചനയിൽ നിന്ന് അദ്ദേഹത്തിന്റെ തഫ്സീറുകൾ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, അതിനുശേഷം വന്ന അഹ്മദ് ബിൻ യൂസുഫ് റഈനി റഹിമഹുല്ലാഹ് ഹിജ്റ 779 വഫാത്തായ പണ്ഡിതൻ റിസാലത്തുൽ ഫിസ്സിറ വൽ മൗലിദിൻ നബവി എന്ന പേരിൽ ഒരു റിസാല തയ്യാറാക്കി. അതിനുശേഷം ഇമാം താജു സുബിക്കി റഹിമഹുല്ലാഹ് ഷാഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഹിജ്റ 771 വഫാത്തായ ഇമാം താജു സുബിക്കി റഹിമഹുല്ലാഹ് അഷ്റഫുൽ അനാം ഫി മൗലിദ് മിസ്ബാഹിൽ ഗുലാം എന്ന പേരിൽ മൗലിദിന് വേണ്ടി മാത്രം രചന നടത്തി. ഇനി ഹിജ്റ 800കളിലേക്ക് വരുമ്പോൾ ഒരുപാട് മൗലിദുകൾ ഇനിയും ലഭ്യമാണ്. സമയം ദൈർഘ്യം ഭയന്നുകൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. ഹിജ്റ 800ലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ഇമാം അൽ ഫൈറൂസാബാദി അശ്ശിറാസി അബൂ ത്വാഹിർ മുഹമ്മദ് ബിൻ യഅഖൂബ് അൽ ഫൈറൂസാബാദി റഹിമഹുല്ലാഹ് അൻ-നഫ്ഹത്തുൽ അംബരിയ ഫി മൗലിദ് ഖൈറുൽ ബരിയ എന്ന പേരിൽ ഗ്രന്ഥരചന നടത്തി. നേരത്തെ ഗഫൂർ ഉസ്താദ് സൂചിപ്പിച്ച പോലെ അൽ ഹാഫിദുൽ ഇറാഖി തങ്ങൾ ഹിജ്റ 806 വഫാത്തായ പണ്ഡിതൻ ഹിജ്റ 806 വഫാത്തായ ഹാഫിദുൽ ഇറാഖി റഹിമഹുല്ലാഹ് അൽ മൗലിദുൽ ഹനി ഫി മൗലിദ് സനി എന്ന പേരിൽ മൗലിദിന് വേണ്ടി മാത്രം തസ്നീഫ് നടത്തി. അതുപോലെ തന്നെ ഇമാം ജസീർ റഹിമഹുല്ലാഹ് അൽ ഖാരി ഷെയ്ഖുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഇമാം ജസീർ റഹിമഹുല്ലാഹ് ഉറഫുത്ത് തഅരീഫ് ബിൽ മൗലിദ് ശരീഫ് എന്ന പേരിൽ ഗ്രന്ഥം നടത്തി. മാത്രമല്ല, ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം അബൂലഹബിന്റെ ചരിത്രം പറയുന്നു. അബൂലഹബ് നബി ജന്മം കൊണ്ട സമയത്ത് സന്തോഷത്താൽ തന്റെ അടിമയെ മോചിപ്പിച്ച സംഭവം നമുക്കൊക്കെ അറിയുന്ന ആ ബൈത്ത് വളരെ മനോഹരമായിട്ട് ഇമാം ജസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ കിതാബിൽ കൊണ്ടുവരുന്നു. എന്ന് മാത്രമല്ല, ഇമാം ജസീർക്ക് തന്നെ മൗലിദുൽ ബഷീർ നദീർ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രന്ഥം നമുക്ക് ലഭ്യമാണ്. അതിന്റെ കോപ്പി ലണ്ടനിലെ ബ്രിട്ടൻ ലൈബ്രറിയിൽ നമുക്ക് ഇന്നും ലഭ്യമാണ്. അതുപോലെ തന്നെ അത്ത്-തഅരീഫ് ബിൽ മൗലിദ് ശരീഫ് എന്ന പേരിൽ ഈ അത്ത്-തഅരീഫ് ബിൽ മൗലിദ് ശരീഫ് എന്ന കിതാബാണ് ഇമാം അവർ പിന്നീട് ഉറഫുത്ത് തഅരീഫ് എന്ന പേരിൽ തൽഖീസാക്കിയത്. 3 രചനകൾ മൗലിദിൽ മാത്രം നടത്തിയ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഇമാം ജസീർ റഹിമത്തുള്ളാഹി അലൈഹി തങ്ങൾ. അതിനുശേഷം വന്ന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ നാസിറുദ്ദീൻ ദിമഷ്കി റഹിമഹുല്ലാഹ് ജാമിഉൽ ആസാർ ഫി മൗലിദുൻ നബിയിൽ മുഖ്താർ എന്ന വിഷയത്തിൽ രചന നടത്തി. അതിനുശേഷം ഹിജ്റ 852 വഫാത്താകുന്ന അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അൽ മൗലിദുൻ നബവി എന്ന പേരിൽ ഗ്രന്ഥം രചിച്ചു. അദ്ദേഹത്തിന്റെ രചനയുടെ മഖ്തൂത്ത് മസ്ഊദിലെ ഔഖാഫ് ലൈബ്രറിയിൽ ഇന്നും ലഭ്യമാണ്. എന്ന് മാത്രമല്ല, അതിനുശേഷം വന്ന ഇമാം കാഫീജി റഹിമഹുല്ലാഹ്, അതിനുശേഷം വന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ അശ്ശിറാസി റഹിമഹുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ മൗലിദ് രചന നടത്തിയിട്ടുണ്ട്. ഇനി ഹിജ്റ 900ലേക്ക് നമ്മൾ വരുമ്പോൾ ഇമാം സഖാവി റഹിമഹുല്ലാഹ് ഒരുപാട് അഹ്ലുസുന്നയുടെ ഒരുപാട് സംഭാവന നൽകിയ പണ്ഡിതനാണ് ഇമാം സഖാവി റഹിമഹുല്ലാഹ്. ഹിജ്റ 902 വഫാത്തായ പണ്ഡിതൻ അൽ ഫഖറുൽ അലവി ഫിൽ മൗലിദുൻ നബവി എന്ന വിഷയത്തിൽ മൗലിദിന് വേണ്ടി മാത്രം രചനകൾ നടത്തി. അതിനുശേഷം വന്ന അലി ഇബ്നു നാസിർ ബിൻ മുഹമ്മദ് അൽ ഹിജാസി റഹിമഹുല്ലാഹ് ഉൻവാനു ശരീഫ് ബിൽ മൗലിദ് ശരീഫ് എന്ന വിഷയത്തിൽ. അതുപോലെ തന്നെ ആയിഷ ബിൻത് യൂസുഫ് ബിൻ അഹമ്മദ് എന്ന സ്ത്രീ ആയിഷ ബിൻത് യൂസുഫ് ബിൻ അഹമ്മദ് എന്ന സ്ത്രീ മഹദിയുടെ പിതാവായ യൂസുഫ് എന്നവർ ഒരുപാട് സ്ഥലങ്ങളിൽ കാളിയും ഒരുപാട് രചനകൾ നടത്തിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മകളാണ് ആയിഷ എന്ന മഹദി. ആ മഹദി അൽ മൗലിദുൽ അഹ്ന ഫിൽ മൗലിദുൽ അസ്ന എന്ന വിഷയത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ രചനകൾ നടത്തി. എന്ന് മാത്രമല്ല, അതിനുശേഷം വന്ന ഇമാം ഖസ്തലാനി ഇമാം ബുഖാരിക്ക് ശർഹ് എഴുതിയ ഇമാം ഖസ്തലാനി റഹിമഹുല്ലാഹ് ഹിജ്റ 922 വഫാത്തായ പണ്ഡിതൻ കശ്ഫുൽ അസ്റാർ ഫി മൗലിദ് സയ്യിദന മുഹമ്മദുൽ മുഖ്താർ എന്ന പേരിൽ തസ്നീഫ് നടത്തി. അതിന്റെ കോപ്പി ഇസ്തംബൂളിലെ ലൈബ്രറിയിൽ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതിനുശേഷം മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഹനബി റഹിമഹുല്ലാഹ് ഹിജ്റ 956 വഫാത്തായ പണ്ഡിതൻ അൽ ഖൗലുത് തമാം ഇൻദ ദിക്രി വിലായത്തിഹി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പേരിൽ ഹബീബിന്റെ മദ്ഹുകൾ പറഞ്ഞ രചനകൾ നടത്തി. അതിനുശേഷം
ഇമാം ഹംദുല്ലാ ഇബ്നു ഖൈറുദ്ദീൻ അർ-റൂമി റഹിമഹുല്ല ടർക്കിഷ് ഭാഷയിൽ അദ്ദേഹം മൗലിദുൻ നബി എന്ന പേരിൽ ഗ്രന്ഥം രചിച്ചു. അതിനുശേഷം വന്ന ഹിജറ 976 വഫാത്തായ ഖാത്തിമത്തുൽ മുഹഖിഖീൻ എന്നറിയപ്പെടുന്ന ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുല്ല, ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുല്ല അദ്ദേഹത്തിന് 3 കിതാബുകളുണ്ട്. ഒന്ന് ഇത്മാമുൻ നിഅമത്തുൽ കുബ്ര അൽ ആലം ബി മൗലിദ് സയ്യിദ് വൽദി ആദം എന്ന പേരിൽ, അതിനുശേഷം അൻ-നിഅമത്തുൽ കുബ്ര അൽ ആലം ബി മൗലിദ് സയ്യിദ് വൽദി ആദം എന്ന പേരിൽ മറ്റൊരു ഗ്രന്ഥവും, അതിനുശേഷം ഈ മുഖ്തസറുൻ നിഅമത്തുൽ കുബ്ര ആദ്യം രചിച്ച നിഅമത്തുൽ കുബ്രയെ ഇഖ്തിസാറാക്കിക്കൊണ്ട് മൂന്നാമതൊരു ഗ്രന്ഥം കൂടെ മൗലിദിന്റെ വിശേഷ രചനകൾ നടത്തി. എന്ന് മാത്രമല്ല, ഇതിന് ശേഷം വന്ന പണ്ഡിതന്മാർ, ഇതിന് ശേഷം വന്ന മഹാന്മാരായ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇബ്നു ഹജർ തങ്ങളുടെ ഈ മൗലിദുകൾക്ക് ശറഹും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഷാഫി മദ്ഹബിലെ പ്രശസ്ത പണ്ഡിതൻ ഇമാം ഖതീബ് ശിർബീനി റഹിമഹുല്ലാഹ്, കിതാബുൽ മുഖല്ലിയുടെ മുസന്നിഫ് ഖതീബ് ശിർബീനി റഹിമഹുല്ലാഹ് അൽ മൗലിദ് റബി ഫിൽ മൗലിദ് നബവി എന്ന പേരിൽ ഗ്രന്ഥം രചിച്ചു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ മഖ്തൂത്ത് അസ്ഹറിലെ മഖ്തൂത്താത്തിന്റെ കൂട്ടത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതുപോലെ ഇതര ആയിരങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഒരുപാട് മൗലിദുകൾ നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല, ഒരുപാട് മൗലിദുകൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിഷ്കാത്തിന് ശറഹ് എഴുതിയ മുല്ല അലി അൽ-ഖാരി തങ്ങൾ ഹിജറ 1014 വഫാത്താകുന്ന മിഷ്കാത്തിന്, നമ്മളൊക്കെ പഠിക്കുന്ന മിഷ്കാത്തിന് ശറഹ് എഴുതിയ മുല്ല അലി അൽ-ഖാരി അൽ മൗലിദ് റബി ഫിൽ മൗലിദ് നബവി എന്ന പേരിലും, റിസാലത്തുൽ വർദുൽ അഹ്മർ ഫി മൗലിദ് നബി എന്ന പേരിലും, റിസാല ഫി മൗലിദ് നബി എന്ന പേരിലും 3 ഗ്രന്ഥങ്ങൾ രചിച്ചു, മൗലിദിൽ മാത്രം രചിച്ചു. അതിനുശേഷം 1193 വഫാത്തായ മുഹമ്മദ് ബിൻ ഉബാദത്ത് ബിൻ ബരിയുൽ അദവി അൽ മാലികി റഹിമഹുല്ലാ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഇബ്നു ഹജർ തങ്ങളുടെ മൗലിദിന് ഹാഷിയ എഴുതി, ഹാഷിയത്തുൻ അലാ മൗലിദിൻ നബി ഇബ്നു ഹജർ എന്ന പേരിൽ. അതിനുശേഷം ഇമാം ഇബ്രാഹിം ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ബാജൂരി റഹിമഹുല്ലാ തുഹ്ഫത്തുൽ ബശർ അലാ മൗലിദ് ഇബ്നു ഹജർ എന്ന പേരിൽ ഇബ്നു ഹജർ തങ്ങളുടെ നിഅമത്തുൽ കുബ്രക്ക് രണ്ടാമതൊരു ശറഹ് കൂടെ എഴുതി. അതിനുശേഷം ഹിജ്റ 1307 വഫാത്തായ അഹ്മദ് ബിൻ അബ്ദുൽ അലി ഇബ്നു ആബിദീൻ റഹിമഹുല്ലാ നസ്റുദ്ദുർ അലാ മൗലിദ് ഇബ്നു ഹജർ എന്ന പേരിൽ ഇബ്നു ഹജർ തങ്ങളുടെ ഇത്മാമുൻ നിഅമത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിന് മറ്റൊരു ശറഹ് കൂടെ എഴുതി. ചുരുക്കി പറഞ്ഞാൽ ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ മൗലിദുകൾക്ക് 3 ശറഹുകൾ. ഒന്ന് ഇമാം ബാജൂരിയുടെ ശറഹ്, ഇബ്നു ആബിദീൻ തങ്ങളുടെ ശറഹ്, അതുപോലെ തന്നെ ഇമാം അദവി അൽ മാലിക്കിയുടെ ശറഹ്. 3 ശറഹുകൾ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ അൻ-നിഅമത്തുൽ കുബ്രക്ക് മാത്രം വന്നിട്ടുണ്ട്. ഈ അവസാനം പറഞ്ഞ കിതാബിന്റെ കോപ്പി ഡമസ്കസിലെ അൽ മക്തബത്തുൽ ലാഹിരിയയിൽ നമുക്ക് ഇന്നും ലഭ്യമാണ്. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് മനസ്സിലായി? ഈ മൗലിദ് രചന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പണ്ഡിതന്മാർ മാത്രം നടത്തിയതല്ല. അത് സ്വഹാബത്ത് മുതൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ മുതൽ താബഈങ്ങൾ, ഹിജ്റ 230 വഫാത്തായ പണ്ഡിതന്മാർ, 207 വഫാത്തായ പണ്ഡിതന്മാർ, അതിനുശേഷം വന്ന അയിമത്തുൽ മദാഹിബുൽ അർബഅ തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ മൗലിദിന്റെ വിഷയത്തിൽ മാത്രം വിലപ്പെട്ട കനപ്പെട്ട രചനകൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും രചനകൾ നടത്തിയ അയിമത്തുകൾ മുഴുവനും ബിദ്അത്തിനെയാണോ ശിർക്കിനെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? മൗലിദ് രചനയും ഒക്കെ ശിർക്കാണെങ്കിൽ, ബിദ്അത്താണെങ്കിൽ ഇവിടെ പറഞ്ഞ പണ്ഡിതന്മാർ ഇതിനേക്കാളും ഒരുപാട് പേര് ഇനിയും പറയാൻ നമുക്കുണ്ട്. പദ്യമായിട്ട് മാത്രം എഴുതിയിട്ടുണ്ട്, ഒരുപാട് കിതാബുകളുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് നീണ്ടുപോകും. ഈ പണ്ഡിതന്മാര് മുഴുവനും ബിദ്അത്തിനെയും ശിർക്കിനെയും പ്രോത്സാഹിപ്പിച്ചായിരുന്നോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. മൗലിദിനെ കുറിച്ച് മാത്രം അത്ത്-തആലീഫുൽ മൗലിദി എന്നൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുണ്ട്. അത്ത്-തആലീഫുൽ മൗലിദിയ്യ, മൗലിദിൽ വന്ന മുഴുവൻ കിതാബുകളെയും ഡിക്ഷണറി ഓർഡറിൽ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. എല്ലാ കിതാബുകളെ കുറിച്ചും ചർച്ച ചെയ്യുന്നു. മാത്രമല്ല അധിക കിതാബുകളും അസ്ഹർ ലൈബ്രറിയിലും അൽ മക്തബത്തുൽ ലാഹിരിയയിലും സൗദി അറേബ്യയിലെ പല സെന്ററുകളിലും അതിന്റെ മഖ്തൂത്തുകൾ നമുക്ക് ലഭ്യമാണ്. ഇമാം ഖാളി ഇയാൽ തങ്ങളുടെ മൗലിദ്, ഇമാം ഖാളി ഇയാൽ എഴുതിയ മൗലിദ്, അതിന്റെ കോപ്പി ഇന്നും നമുക്ക് ലഭ്യമാണ്. അതിനെക്കുറിച്ച് ഇമാം ഖാളി ഇയാൽ റഹിമഹുല്ലാ എഴുതിയ ഗ്രന്ഥത്തെക്കുറിച്ച് ശേഷം വന്ന പണ്ഡിതന്മാർ പറയുന്നു, وجد في مجموع السيد أحمد المكي الجزائري مولد المنثور النسب إلى عياض رحمه الله. അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട ഒരു മൗലിദ് അദ്ദേഹത്തിന്റെ ശേഖരങ്ങൾ നമ്മൾ കണ്ടതായിട്ട് അത്ത്-തആലീഫുൽ മൗലിദിയ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല ഇമാം ഖാളി ഇയാൽ തങ്ങൾ എഴുതിയ ഗ്രന്ഥത്തിന്റെ കോപ്പി ജാമിയത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദിന്റെ പേരിലുള്ള ജാമിയയിൽ അതിന്റെ മഖ്തൂത്ത് ഇന്നും നമുക്ക് ലഭ്യമാണ്.
തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ 4 മദ്ഹബിലെയും ഒരുപാട് മഷൂറായ അയിമ്മത്തുകൾ മൗലിദ് തസ്നീഫ് നടത്തിയിട്ടുണ്ട്. ഈ തസ്നീഫുകളൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇനിയും നമ്മൾ ഗവേഷണങ്ങളോ പഠനങ്ങളും എത്തിച്ചെല്ലേണ്ട വിഷയങ്ങളാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇനിയും മത്തുബു ആവേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ടി നിങ്ങളുടെ പഠനങ്ങളും സമയങ്ങളും മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിഷയാവതരണത്തോട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.